മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുള്ള പറയുന്നു, മാ തലബ റജുലുൻ ഹാദിഹിൽ ജന്നത ഇല്ല ജുത്തഹദ വസ്തമറ വസ്തഖാമ ഹത്താ യൽഖല്ലാഹ. മരണം വരെ ശരിയായ രൂപത്തിലൂടെ ജീവിക്കുകയും നേരായ മാർഗത്തിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും അതിനുവേണ്ടി നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്യുന്നതുവരെ ആരും സ്വർഗത്തെ മോഹിക്കേണ്ടതില്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഒരാൾ എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിക്കുകയും ശരിയായ രൂപത്തിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ അന്ത്യസമയത്ത്, മരണസമയത്ത് റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ മാലാഖമാർ അവന്റെ അടുത്തെത്തി അവന് സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെയും പറയുന്നത് ശരിയായ രൂപത്തിൽ മരണം വരെ ജീവിതം ചിട്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ സ്വർഗ സുവിശേഷം ലഭിക്കുകയുള്ളൂ എന്നാണ്. തത്വജ്ഞാനികൾ പറയുന്നു, നല്ല നിലയിൽ ജീവിക്കുന്ന ആളുടെ ഉപമ ഒരു പർവ്വതത്തിന്റെ ഉപമ പോലെയാണ്. കാരണം പർവ്വതത്തിന് 4 ലക്ഷണങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, അന്നഹുല യുദീബുൽ ഹർറു, പർവ്വതത്തെ ചൂട്, എത്ര വലിയ ചൂടും പർവ്വതത്തെ ഉരുക്കിക്കളയുകയില്ല. രണ്ടാമത്തെ ലക്ഷണം ലാ യജ്മുദുഹുൽ ബർദു, തണുപ്പ് പർവ്വതത്തെ മരവിപ്പിക്കുകയുമില്ല. മൂന്നാമത്തെ ലക്ഷണം ലാ തുഹരിക്കുഹു റീഹു, കാറ്റ് പർവ്വതത്തെ ഇളക്കി മാറ്റുകയില്ല, പർവ്വതത്തിന് ഒരു ചലനവും ഉണ്ടാക്കുകയില്ല. നാലാമത്തെ പർവ്വതത്തിന്റെ ലക്ഷണം ലാ യുദീബു സൈലു, എത്ര വലിയ മലവെള്ളപ്പാച്ചിലാണെങ്കിലും അതിലൂടെ പർവ്വതം ഒഴുകിപ്പോവുകയുമില്ല. അതുപോലെ തന്നെയാണ് ശരിയായ മാർഗത്തിലൂടെ ജീവിതം ചിട്ടപ്പെടുത്തുന്നവന്റെ ഉപമ. അവനും 4 അടയാളങ്ങൾ കാണാം. ഒന്ന്, ഇദാ അഹ്സന ഇലൈഹി ഇൻസാനുൻ ലാ യഹ്മിലുഹു ഇഹ്സാനുഹു വലാ അൻ യമീല ഇലൈഹി ബിഗൈരി ഹഖ്ഖിൻ. ആരെങ്കിലും ഒരു നന്മ ഒരാൾക്ക് ചെയ്താൽ അവൻ അർഹമല്ലാത്ത രൂപത്തിൽ അവനിലേക്ക് ചാഞ്ഞു നിൽക്കാനും അവനെ ന്യായീകരിക്കാനും അവനെ സപ്പോർട്ട് ചെയ്യാനും തയ്യാറാകുകയില്ല, തനിക്ക് നന്മ ചെയ്തു എന്നതിന്റെ പേരിൽ. രണ്ടാമത്തെ ലക്ഷണം ഇദാ അസാഅ ഇലൈഹി ഇൻസാൻ ലാ യഹ്മിലുഹു ദാലിക അലാ അൻ യഖൂല ബിഗൈരി ഹഖ്ഖിൻ. ഇനി ഒരാളോട് ദ്രോഹം ചെയ്താൽ, ശരിയായ നിലയിൽ ജീവിക്കുന്നവനാണെങ്കിൽ ദ്രോഹം ചെയ്തു എന്ന് വെച്ച് അസത്യമായ കാര്യങ്ങൾ അവന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കാൻ അവൻ തയ്യാറാവുകയില്ല. മൂന്നാമത്തെ അടയാളം ഇന്ന ഹവാ